നമസ്കാരം. ഒരു വർഷം മുമ്പ് ഇതേ ദിവസമായിരുന്നു മലയാളികളുടെ ഒന്നാകെ ഉള്ളുലച്ചുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത്. നിത്യജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മളിൽ പലരും വയനാടിനെ മറന്നു കഴിഞ്ഞു. ചിലരെങ്കിലും ആ ദുരന്ത കാഴ്ച ഓർക്കേണ്ടതില്ല എന്ന് മനഃപൂർവ്വം തീരുമാനിച്ചിട്ടുമുണ്ടാകും. പക്ഷേ ആ ദുരന്തത്തിന് ഇരയായവർ, ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ, ഉറ്റവരും ഉടയവരും ഇല്ലാതായവർ, അവരെല്ലാം അതിജീവനത്തിൻ്റെ പാതയിലാണ്. അവരെ ചേർത്ത് നിർത്തേണ്ടത്, അവരെ ഒപ്പം നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. അക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകൾ വേഗത്തിൽ. വടക്ക് കിഴക്കൻ ജപ്പാനിൽ സുനാമി, വൻ നാശനഷ്ടം സംഭവിച്ചുവെന്ന് റിപ്പോർട്ട്. ഫുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിച്ചു, ആയിരക്കണക്കിന് ജനങ്ങളെ മാറ്റി. സുനാമിക്ക് കാരണം റഷ്യയിലുണ്ടായ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 8.8 തീവ്രത. റഷ്യയിലും സുനാമി ആഞ്ഞടിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. കേരളത്തിന്റെ നെഞ്ചു പിളർത്തിയ വയനാട് ദുരന്തത്തിന് ഒരാണ്ട്. ഉരുൾപൊട്ടലിന്റെ ഞെട്ടൽ മാറാതെ മുണ്ടക്കൈയും ചൂരൽമലയും. ഹൃദയഭൂമിയിൽ ഇന്ന് പ്രത്യേക അനുസ്മരണം. പുനരധിവാസം വൈകുന്നതിൽ 1-ാം ആണ്ടിലും കനത്ത പ്രതിഷേധം. ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. കൂടുതൽ സ്ത്രീകളുടെ തിരോധാനം അന്വേഷണ പരിധി. വാരനാട് സ്വദേശി ഐഷയ്ക്ക് വേണ്ടിയാണ് തെരച്ചിൽ നടക്കുന്നത്. ഐഷയെ കാണാതായത് 2013 മെയ് 13-ന്. പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഐഷ സ്ഥലം ഇടപാടിനായി സബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സൂചന. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരും. ഇന്നത്തെ പരിശോധന സ്നാനഘട്ടത്തിന് സമീപത്തെ 2-ാം പോയിന്റിൽ. കുഴിക്കുമ്പോൾ വെള്ളം കയറുന്നത് പരിശോധനയ്ക്ക് വെല്ലുവിളി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടരും. രാജ്യസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ എംപിമാർ. സംസ്ഥാനത്ത് പ്രതിഷേധം തുടർന്ന സഭാ നേതൃത്വം. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവനിലേക്കും മാർച്ച്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക്. കന്യാസ്ത്രീകളെ കാണാൻ അനുമതി ലഭിക്കാതിരുന്ന ഇടത് എംപിമാരുടെ സംഘം ഇന്ന് ജയിലിൽ എത്തി കൂടിക്കാഴ്ച നടത്തി. കൊല്ലത്ത് KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ. കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായത് മൈലക്കാട് സ്വദേശി സുനിൽകുമാർ. പ്രതിയെ പിടികൂടിയത് ഇത്തിക്കര പാലത്തിന് സമീപത്ത് നിന്ന്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 കളക്ടർമാർ ഉൾപ്പെടെ 25 പേർക്ക് മാറ്റം. എറണാകുളത്ത് G പ്രിയങ്കയും പാലക്കാട് MS മാധവൻകുട്ടിയും കോട്ടയത്ത് ചേതൻകുമാർ മീണയും ഇടുക്കിയിൽ ദിനേശൻ ചെറുവത്തും പുതിയ കളക്ടർമാർ. ഡോക്ടർ K വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാക്കി. NSK ഉമേഷ് ആണ് ഡയറക്ടർ. S ഷാനവാസ് തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസാറിന്റെ വിക്ഷേപണം ഇന്ന് വൈകിട്ട് 5:40 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. നൈസാറിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക GSLV F-16 റോക്കറ്റ്. താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം നാളെ തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ വൈകിട്ട് 3 മണി വരെ. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക 4 മണിക്ക് പ്രസിദ്ധീകരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനാണ് സാധ്യത. ജഗദീഷും ജയൻ ചേർത്തലയും രവീന്ദ്രനും പിന്മാറിയേക്കും. വിമർശനങ്ങൾക്കിടയിലും മത്സരിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ച ബാബുരാജ്. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ. അതുല്യയുടെ ഭർത്താവ് സുമേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് കൊലക്കുറ്റം ചുമത്തി. അന്വേഷണ ചുമതല കരുനാഗപ്പള്ളി ASPക്ക്. ഭക്തിയുടെ നിറവിൽ ശബരിമലയിൽ നിറപുത്തരി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കിഴക്കേ മണ്ഡപത്തിൽ എത്തിച്ച നെൽക്കതിർ ഭക്തർക്ക് പ്രസാദമായി നൽകി.
പൂജകൾക്ക് നേതൃത്വം നൽകിയത് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തനും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയും. ക്ഷേത്രനട ഇന്ന് വൈകിട്ട് അടയ്ക്കും. ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുന്നത് അടുത്ത മാസം 16. കൊട്ടാരക്കര MC റോഡ് മൈലത്ത് അരി കയറ്റി വന്ന ലോറി മറിഞ്ഞ് അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് സൂചന. ഡ്രൈവർക്ക് നിസ്സാര പരിക്ക്. 9 മണി വാർത്ത വിശദമായി പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ അവിടെ അതിജീവനത്തിന്റെ പാതയിലാണ് ആ ജനതയെങ്കിൽ ഇന്ന് പ്രേക്ഷകരിലേക്ക് മറ്റൊരു വാർത്ത എത്തിക്കാനുള്ളത് വടക്കുകിഴക്കൻ ജപ്പാനിൽ സുനാമി എന്നുള്ളതാണ്. അവിടെ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ഫുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് ഈ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കിഴക്കൻ റഷ്യയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്നാണ് സുനാമി ആഞ്ഞടിച്ചിട്ടുള്ളത്. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ആണ് ഉണ്ടായത്. റഷ്യയിലും സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുന്നതായാണ് വിവരം. അജയ് സുധ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, വലിയ തോതിലുള്ള ഭൂചലനം 8.8 എന്നത് വലിയ അളവിലുള്ള ഭൂചലനം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അതിൻ്റെ ഭാഗമായി മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ സുനാമി പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അഭിലാഷ്, നിലവിൽ ജപ്പാന്റെ ഏറ്റവും വടക്കൻ മേഖലയിലാണ് ഈ സുനാമിയുടെ ആദ്യത്തെ വേവ്സ് നമുക്ക് ലഭ്യമായി തുടങ്ങിയത്. ഇതിനു മുൻപ് റഷ്യയുടെ തീരപ്രദേശങ്ങളിലും ഈ സുനാമി തിരമാലകൾ വീശിയടിച്ചിരുന്നു. റഷ്യയുടെ കിഴക്കൻ തീരത്തുള്ള ഒരു പട്ടണമായ സെവറോ കുറിൽസ്കിലാണ് ഇതിൻ്റെ ആദ്യത്തെ തിരമാലകൾ വീശിയടിച്ചത്. ഇവിടെ കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഇവിടെ നിന്ന് സുനാമി മുന്നറിയിപ്പ് ഇതിനു മുൻപേ തന്നെ ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി 2000-ഓളം ആളുകളെ ഈ പട്ടണത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തീരത്തിനോടടുപ്പിച്ച് നിരവധി കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് മത്സ്യബന്ധന തൊഴിലാളികളുടെ ബോട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള മറ്റ് കെട്ടിട നിർമ്മിതികൾ ഉൾപ്പെടെയുള്ള സംഗതികൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. റഷ്യയുടെ കിഴക്കൻ മേഖലയിലാണ് ഈ ഭൂചലനം ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായിട്ടുള്ളത്. കാമാചട്ക പെനിൻസുല എന്ന് പറയുന്ന മേഖലയിൽ ഭൂമിയിൽ ഭൗമ ഉപരിതലത്തിൽ നിന്ന് 19 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ പ്രകമ്പനം ആദ്യം രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ഈ ഭൂചലനം ഉണ്ടാകുമ്പോൾ ആദ്യം പ്രാഥമികമായി 8 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ റിക്ടർ സ്കെയിലിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരപ്രകാരം 8.8 തീവ്രതയാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ റഷ്യയുടെ തീരത്തടിച്ച തിരമാലകളിൽ നിലവിൽ നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജപ്പാന്റെ ഏറ്റവും വടക്കൻ മേഖലയിലാണ് ഈ തിരമാലകൾ, ഈ സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം 3 മീറ്ററോളം ഉയരത്തിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇവിടെ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ അത്രമാത്രം തീവ്രതയിലുള്ള സുനാമി തിരമാലകളല്ല ഇവിടെ ആഞ്ഞടിച്ചിട്ടുള്ളത്. 1 മീറ്റർ മുതൽ 1.3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകളാണ് ഇവിടങ്ങളിൽ വീശിയത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ജപ്പാന്റെ ഏറ്റവും വടക്കൻ മേഖലയായിട്ടുള്ള ഹൊക്കൈഡോ എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ഈ തിരമാലകൾ ആദ്യം വീശിയടിച്ചത്. ഇവിടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് കാരണം ഇവിടെ നിന്ന് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും നിലവിൽ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫുക്കുഷിമ ന്യൂക്ലിയർ പ്ലാന്റ് അത് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തീർച്ചയായും അജയ് സൂചിപ്പിക്കുന്ന പോലെ ഫുക്കുഷിമ ആണവ നിലയം എന്നതാണല്ലോ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കാരണം 2011 ഇതേ സുനാമി തന്നെ ഉണ്ടാകുമ്പോൾ ആണ് അവിടെ വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടായത്. ആണവ വികിരണം അടക്കം ഉണ്ടാകുന്നത് വലിയ തോതിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ പറ്റുന്ന തരത്തിൽ പ്രാപ്തരായ ഒരു ജനതയും അങ്ങനെയുള്ള സാങ്കേതിക വിദ്യയുമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അമേരിക്കൻ ജിയോളജിക്കൽ സർവേ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലും ഇത്തരത്തിൽ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണല്ലോ. മറ്റ് രാജ്യങ്ങൾക്കടക്കം ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പുകൾ ഉണ്ടോ? നിലവിൽ ഈ റഷ്യയിൽ ഉപദ്വീപായതുകൊണ്ട് തന്നെ ഈ പ്രഭവ കേന്ദ്രം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ദൂരം എന്നത്, അതായത് ജനവാസ മേഖലകളിൽ നിന്ന് മാറിയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഒരു പരിധിവരെയെങ്കിലും. കാരണം 8.8 തീവ്രത. സാധാരണ നിലയിൽ ഒരു ജനവാസ മേഖലയിലൊക്കെ ആണ് എങ്കിൽ
വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന, കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ അങ്ങനെ അത്രമേൽ വലിയ ആശങ്കയിലേക്ക് പോകേണ്ടതില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അതെ, നിലവിൽ ഈ ഭൂചലനം കാരണം ആൾനാശമൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കുറച്ച് പേർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ എത്ര പേർക്കാണ് ഈ പരിക്ക് ഏറ്റത്, അതുപോലെ തന്നെ എത്ര ആളുകൾക്ക് ഇത് ഗുരുതരമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. റഷ്യയുടെ തന്നെ കിഴക്കൻ മേഖലയിലുള്ള ഒരു പട്ടണമായിട്ടുള്ള സെവറോ കുറിൽസ്കിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള ഒരു കിൻഡർ ഗാർഡൻ പൂർണ്ണമായിട്ട് തകർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ക്ലാസ്സുകളൊന്നും നടക്കുന്ന സമയമായിരുന്നില്ല, പുലർച്ചെ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചിലർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ തീരങ്ങളിൽ, അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഇത്തരത്തിലുള്ള സുനാമി മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഹവായ് പട്ടണത്തിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ സുനാമി വീശിയടിക്കാൻ സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിൽ നിന്ന് ആളുകളെ, തീരപ്രദേശത്ത് നിന്ന് ആളുകളെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഹോട്ടലുകളും ടൂറിസ്റ്റുകൾ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള പല ഹോട്ടലുകളും ഇപ്പോൾ ഒഴിപ്പിച്ച് വരികയാണ്. അവിടെ പട്ടണത്തിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ദൃശ്യമായിട്ടുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരിഭ്രാന്തരായി ജനങ്ങൾ തന്നെത്താനെ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കടുത്ത രീതിയിലുള്ള ഒരു ട്രാഫിക് അവിടെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇതിൻ്റെ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹവായ് പോലെയുള്ള അമേരിക്കയുടെ കിഴക്കൻ പ്രദേശത്തുള്ള പല ഇപ്പോൾ ദ്വീപുകളിലും അതുപോലെ തന്നെ മറ്റ് ഈ തീരത്തുള്ള മറ്റ് നഗരങ്ങളിലുൾപ്പെടെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ വടക്കൻ തീരങ്ങൾ, അതുപോലെ തന്നെ ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സുനാമി മുന്നറിയിപ്പുണ്ട്. എന്നാൽ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും അങ്ങനെ വലിയ ഭീമാകാരൻ തിരമാലകൾ വീശിയടിക്കാൻ സാധ്യതയില്ലെന്നാണ് നിലവിലെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജപ്പാനിലുള്ള മുന്നറിയിപ്പാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ വരുന്ന കാര്യങ്ങൾ അത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതല്ല. കാര്യം 3 മീറ്ററിനേക്കാൾ ഉയരത്തിലുള്ള ഏറ്റവും ഭീമാകാരന്മാരായിട്ടുള്ള തിരമാലകൾ വീശിയടിക്കുമെന്നാണ് ആദ്യം മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ 1 മീറ്ററൊക്കെ ഉയരത്തിലുള്ള തിരമാലകൾ മാത്രമാണ് ഇപ്പോൾ വീശിയടിച്ചിട്ടുള്ളത്. എന്നാലും നാശനഷ്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സുനാമികളും ഏറ്റവും കൂടുതൽ ഈ ഭൂചലനങ്ങളും അതുപോലെ ഈ എല്ലാം ഉണ്ടാകുന്ന മേഖലയിലാണ് ഈ പറയുന്ന ഭൂചലനവും ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപേ 2011 ഉണ്ടായിട്ടുള്ള 9 റിക്ടർ സ്കെയിലിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ അത് സുനാമി വീശിയടിച്ചത് ജപ്പാനെ മൊത്തത്തിൽ വിറപ്പിച്ചൊരു സംഭവമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 8.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം കൂടി. എന്തായാലും ജപ്പാനും അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം കടുത്ത ജാഗ്രതയിൽ തന്നെയാണ്. തീർച്ചയായും റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ ആയിരുന്നു 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാകുന്നത്. നമുക്കറിയാം ഏതാണ്ട് 6 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനം തന്നെ അപകടകരമാണ്. 6ന് മുകളിലേക്കുള്ള ഭൂചലനങ്ങൾ അതിതീവ്ര ഭൂചലനങ്ങൾ ആയിട്ടാണ് കണക്കാക്കുക. അതാകട്ടെ 6ൽ നിന്ന് 7ലേക്ക് ആ പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ പ്രഹരശേഷി എന്നത് പല മടങ്ങായി മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ 8.8 തീവ്രത എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. നേരത്തെ അജയ് തന്നെ സൂചിപ്പിച്ചതുപോലെ 9 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനത്തിലായിരുന്നു വലിയ നാശനഷ്ടങ്ങളും വലിയ സുനാമിയും ഒക്കെ ഉണ്ടായത്. അതിനോട് അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള പ്രകമ്പനമാണ് ഉണ്ടായത്. പക്ഷേ ഇതിപ്പോൾ ഈ ഉപദ്വീപിൽ ആണ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ, പ്രകമ്പനങ്ങൾ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കണക്കാക്കാനാകില്ല. എന്തായാലും വലിയ ആശങ്കയ്ക്ക് സാധ്യതയില്ല, ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയാണ്. ഇനി ന്യൂസ് 18 നൽകുന്ന തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്ന വാർത്തയുടെ ഇമ്പാക്റ്റ് ആണ്. ആ ഇമ്പാക്റ്റിനെ തുടർന്നാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം നടന്നു എന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുന്നത്. അതിൻ്റെ 2ാം ഘട്ട പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നേത്രാവതി പുഴയിലെ സ്നാനഘട്ടത്തിന് സമീപമുള്ള 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പരിശോധന നടക്കുക. ഈ 2 സ്ഥലങ്ങളും നേത്രാവതി പുഴയ്ക്ക് സമീപം ആയതിനാൽ വെള്ളം കയറി വരുന്നത് കുഴിയെടുക്കലിന് തടസ്സമാകുന്നുണ്ട്. വനമേഖലയിലെ 3 മുതൽ 8 വരെയുള്ള പോയിന്റുകളിൽ ആണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാൻ സാധ്യത എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതേസമയം SIT അന്വേഷണം പൂർണ്ണ തൃപ്തിയുണ്ട് എന്നും, അതായത് SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നും കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കും എന്നുമാണ് പ്രതീക്ഷയെന്നായിരുന്നു ഇത്തരത്തിൽ അതായത്
തൊഴിലാളിയുടെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രതികരണങ്ങൾ ന്യൂസ് 18 തന്നെ നൽകിയതാണ്. അതിനുശേഷം ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിക്കുകയും ഒട്ടേറെ പേർ പ്രതികരണവുമായി രംഗത്ത് വന്നു. അതിൽ ഒരാളാണ്, അതായത് മരണപ്പെട്ട സൗജന്യ. ആ സൗജന്യയുടെ അമ്മ ഇപ്പോൾ പ്രതികരിക്കുന്നത് മകൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്നാണ്. SIT ತನಿಖೆಗೆ ಕಳಿಸಿದಂತ ನನಗೆ ಸಂತೋಷ ಆಗಿದೆ. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೆ ಕೂಡ ತನಿಖೆ ಆಗಬೇಕು, ನನಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇಲ್ಲಿ ಆದಂಥ ಎಷ್ಟು ವರ್ಷದಿಂದ ಆದಂಥ ಮಕ್ಕಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದಂಥ ಮಕ್ಕಳಿಗೆ ಕೂಡ ಇದರಲ್ಲಿ ನ್ಯಾಯ ಸಿಗಬೇಕು. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೆ ಕೂಡ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇದು ತನಿಖೆ ಮಗಳು ಕೂಡ ತನಿಖೆ ಆಗಬೇಕಂತ ನಾನು ಇವತ್ತು ಕೇಳ್ತಾ ಇದ್ದೀನಿ. ഒട്ടേറെ മരണങ്ങൾ, ദുരൂഹമായ കാണാതാകലുകളൊക്കെ ഉണ്ടെങ്കിലും സൗജന്യയുടെ മരണത്തെ തുടർന്നാണ് അവിടെ വലിയൊരു പ്രതിഷേധം ഉണ്ടാവുകയും പിന്നീട് ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയൊക്കെ രൂപീകരിക്കുകയും ചെയ്തത്. എന്തായാലും സൗജന്യയുടെ അമ്മ വൈകിയെങ്കിലും മകൾക്ക് നീതി ലഭിക്കും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നൊരു പ്രതീക്ഷയാണ് പുലർത്തുന്നത്. അനീതിക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും എന്നാൽ മാത്രമേ നീതി നടപ്പിലാകുകയുള്ളൂ എന്നുമാണ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മഹേഷ് ഷെട്ടി തിമിരോടി പ്രതികരിച്ചത്. ಧರ್ಮಸ್ಥಳ ಭಾರತದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಭಾರತ ದೇಶದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಬೇರೆ ದೇಶ. ಅದು ಅದಕ್ಕೆ ಕಾನೂನೇ ಬೇರೆ, ಅದಕ್ಕೆ ಪೊಲೀಸ್ ಇಲಾಖೆಯೇ ಬೇರೆ, ಅದಕ್ಕೆ ರಾಜಕೀಯ ವ್ಯವಸ್ಥೆ ಬೇರೆ. ನಾವು ಹೇಳೋದು ಅಲ್ಲೆಲ್ಲ ವಿಧಾನಸೌಧ ಮಾಡಬೇಕು, ಧರ್ಮಸ್ಥಳದಲ್ಲಿ ವಿಧಾನಸೌಧ ಮಾಡಬೇಕು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲ ಈ ಅತ್ಯಾಚಾರಿಗಳ ಚೇಲಗಳು, ಎಲ್ಲ ಅತ್ಯಾಚಾರಿಗಳ ಚೇಲಗಳು ಇವರು. ಅದಕ್ಕೆ ಹೇಳುವಂಥದ್ದು ಇಲ್ಲಿ ನ್ಯಾಯ ಸಿಗುವುದಿಲ್ಲ. ಅದಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ರೀತಿಯ ಒಂದು ಈ ದೇಶದ ಕಾನೂನಿನ, ಈ ದೇಶದ ಧರ್ಮದ, ಈ ದೇಶದ ಎಲ್ಲ ವರ್ಗದ ಜನರ ಮೇಲೆ ನಂಬಿಕೆ ಇದ್ದಂಥವರನ್ನು ಸೇರಿಸಿಕೊಂಡು ಒಂದು ಒಳ್ಳೆ ಟೀಮ್ ಮಾಡಿ ತನಿಖೆ ಮಾಡಿಸ್ಬೇಕು. ಆದರೆ ಮಾತ್ರ ಸತ್ಯ ಹೊರಗಡೆ ಬರ್ತದೆ, ಇಲ್ಲ ಬರುವುದಿಲ್ಲ. ಇದು ಜಗಜ್ಜಾಹಿರಾಗಬೇಕು. ಪೊಲೀಸ್ ತನಿಖೆ ಯಾಕೆ ಮಾಡುವುದಿಲ್ಲ? ಯಾಕೆ ಮಾಡುವುದಿಲ್ಲ? ಇಡೀ ಸಮಾಜಕ್ಕೆ ತಿಳಿಬೇಕು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಧರ್ಮಸ್ಥಳದಲ್ಲಿ ಶತಮಾನದಿಂದ ಆದಂತ ಸಾವಿರಾರು ಹೆಣ್ಣು ಮಕ್ಕಳ ಬ್ರೂಟಲ್ ರೇಪ್ ಅಂಡ್ ಮರ್ಡರ್ ಪೊಲೀಸರ ಕಣ್ಣ ಎದುರುಗಡೆಯ ಬಾಡಿಯನ್ನು ಹೂತಾಕಿರುವಂಥದ್ದು. ಇವತ್ತು ಆ ಬಾಡಿಯನ್ನು ಇವನು ತೆಗೆದು ಮೇಲಕ್ಕೆ ಕೊಟ್ಟರೆ ಇಡೀ ಕರ್ನಾಟಕ ಪೊಲೀಸ್ ಇಲಾಖೆಯ ಮಾನ ಮರ್ಯಾದೆ ರಸ್ತೆಗೆ ಬರ್ತದೆ. യെസ്, ഇതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണം. കാരണം വർഷങ്ങളായി അവർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു. പക്ഷേ കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം നിശബ്ദത പാലിച്ചു, മൗനം പാലിച്ചു. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, ബഹുജന സംഘടനകൾ, മാധ്യമങ്ങൾ എല്ലാവരും ധർമ്മസ്ഥലയിലേക്ക് എത്തുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ അവരും വെച്ച് പുലർത്തുന്നു. വനമേഖലയിലെ പോയിന്റിൽ നിന്ന് KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു തന്നെയായിരുന്നു. ആരും പോയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആ വനമേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തത്. അന്ന് വലിയ തോതിൽ ജീവന് പോലും ഭീഷണി ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അവിടെ ക്യാമറയ്ക്ക് എത്താൻ പറ്റുമായിരുന്നില്ല. ബൈജുവിനെ തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ബൈജു ഇപ്പോഴിതാ ന്യൂസ് 18 ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. മറ്റു മാധ്യമങ്ങളടക്കം അത് ഏറ്റെടുക്കുന്നു. അവിടേക്ക് പോലീസ് സംഘവും പ്രത്യേക സംഘവും ഒക്കെ എത്തുന്നു. വലിയ പ്രതീക്ഷ ഈ ഇരകളുടെ കുടുംബം വെച്ച് പുലർത്തുമ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് അവിടെ നടക്കാൻ പോകുന്നത്? അഭിലാഷേ, ഒന്നാമത്തെ പോയിന്റിലാണ് ഇന്നലെ പരിശോധന നടന്നത്. അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്തായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുഴിയെടുത്ത് പരിശോധിക്കുന്നത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ചെറിയ JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോഴും ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. 1ഉം 2ഉം പോയിന്റ് സമാനമാണ്. ഇതേ രീതിയിൽ നേത്രാവതി പുഴയുടെ തീരത്താണുള്ളത്. പക്ഷേ 2 കഴിഞ്ഞാൽ പിന്നെ 3 മുതൽ 8 വരെയുള്ള പോയിന്റ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ്. 3 മുതൽ 8 വരെയുള്ള പോയിന്റ് വളരെ നിർണായകമാണ്. ഇത് വന മേഖലയാണ്. നേത്രാവതി പുഴയുടെ തീരത്താണെങ്കിലും വളരെ ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡ്, അഭിലാഷ്, ഈ റോഡിലൂടെ ഇത്തരത്തിൽ വാഹനങ്ങളിൽ മാരുതി ഒമിനിയും ജീപ്പും എന്നാണ് വെളിപ്പെടുത്തലിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ റോഡിലൂടെ എത്തി ഈ സൂപ്പർവൈസർമാർ മൃതദേഹങ്ങൾ ഇയാൾക്ക് കൊടുക്കും, ശുചീകരണ തൊഴിലാളിക്ക് കൊടുക്കും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 പോലീസ് ഓഫീസർമാരാണ് തോക്കുകളൊക്കെ എന്തി. കാരണം ഇവിടെയാണ് പ്രധാനപ്പെട്ട 3 മുതൽ 8 വരെയുള്ള പോയിന്റ് ഉള്ളത്. 24 മണിക്കൂറും തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് കാവലിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് SIT ടീമിന്റെ പോലീസുകാരാണ്, അതല്ലാതെ ധർമ്മസ്ഥല പോലീസല്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന പ്രത്യേക ഫോഴ്സാണ്.
കാരണം ധർമ്മസ്ഥല പോലീസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് അവരുടെ മുന്നോട്ട് പോക്ക് എന്ന കാര്യത്തിൽ. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ വനമേഖലയിലെ ദൃശ്യങ്ങളിലേക്ക് വരാം. ഇതിന് തൊട്ട് സമീപത്തായാണ് ഈ വലിയ വനമേഖല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാട് വെട്ടിത്തെളിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ 8 എന്ന് പറയുന്ന റോഡ് സൈഡിനോട് ചേർന്നുള്ള ഇവിടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1 അല്ല 2 അല്ല, അത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം ഇത് വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു ഉയരം കൂടിയ സ്ഥലമാണ്. പക്ഷെ ഇതിന് തൊട്ട് താഴെ വരുന്നത് നേത്രാവതി പുഴ തന്നെയാണ്. ഒരു 3 കിലോമീറ്റർ 1-ാം പോയിന്റും 2-ാം പോയിന്റും 13-ാം പോയിന്റിൽ നിന്നും ഒരു 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ. ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ച് ഇയാൾക്ക് നൽകുകയും ഇയാൾ പിന്നീട് ഇവിടെ അടക്കം ചെയ്തു എന്നാണ് ഇതിൽ ഇദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ 8 എന്ന് മാർക്ക് ചെയ്ത ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് നേത്രാവതി പുഴയുടെ തീരത്താണ്. പ്രധാന പാതയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഇതാണ് ആ പോയിന്റ്. അഭിലാഷ്, ഇതാണ് ആ പോയിന്റ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറുടെ പോലീസ് കാവലും ഏർപ്പെടുത്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു അഭിലാഷ്. ഇതാണ് 8 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടത്തുന്ന പരിശോധന വളരെ പ്രധാനമായിരിക്കും. 1ഉം 2ഉം പോയിന്റിലുള്ള പരിശോധന അത് വെള്ളം നിറഞ്ഞ ഒരു സ്ഥലമാണ്. മാത്രമല്ല റോഡിന്റെ പണി 15 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ റോഡിന്റെയൊക്കെ നിർമ്മാണം നടന്നതുകൊണ്ട് വലിയ തോതിൽ മണ്ണുകൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്ര താഴ്ചയിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ല. അതുകൊണ്ടാണ് ഇന്നലെ 12 മണിക്ക് ആരംഭിച്ച ആ പരിശോധന വൈകിട്ട് 6:30 നിർത്തിയതും പിന്നീട് അത് അവിടെ തെരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് ഇന്ന് പരിശോധന നടത്തും. ഇനിയിപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കുമോ പരിശോധന എന്നാണ് അറിയേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നേത്രാവതി പുഴ ഒഴുകിയെത്തുന്ന ആ ഒരു പ്രദേശമാണ്. ഇത് പ്രധാന പാത കൂടിയാണ്, ബംഗളൂരുവിലേക്കുള്ള പ്രധാന പാത കൂടിയാണ്. ഇത് ഉജ്ജര ബെൽത്തങ്ങാടി കടന്ന് ധർമ്മസ്ഥലയിലേക്ക് ഇനി ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും ഉള്ളത്. ഇതാണ് നേത്രാവതി പുഴ. ഇതിന്റെ തൊട്ട് സമീപത്താണ് വനമേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ വനമേഖലയിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. ആ പോയിന്റ് 8-ൽ മാത്രം 4-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്ത് നടത്തുന്ന പരിശോധനയായിരിക്കും വളരെ നിർണായകമാവുക. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് ഇതാണ് ഈ റോഡ് പാത, പ്രധാന പാത. ആ പാതയുടെ 2 വശങ്ങളിലും നമുക്ക് കാണാം വലിയ തോതിൽ കർഷകർ ആശ്രയിക്കുന്ന ഒരു പുഴയാണ്. പുണ്യ നദി എന്നൊക്കെ വിശ്വസിച്ചു പോരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ, മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഈ പുഴയിൽ വന്നു ചേരുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കാണാം അഭിലാഷ്, എത്രത്തോളം മനോഹരമായ ഒരു പ്രദേശമാണ്. പക്ഷേ ഇതിന്റെ 2 വശങ്ങളിലും തിങ്ങി നിറഞ്ഞ വനമേഖലയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ കൊണ്ട് വിട്ടതും അത്തരം കാര്യങ്ങൾ. നമുക്ക് ദേശീയ പാതയാണ്, പ്രധാനപ്പെട്ട പാതയാണ് ബാംഗ്ലൂരിലേക്കിന്റെ. ഒന്നുകൂടി നമ്മളെ ആ സ്ഥലത്തേക്ക് കൂടി ആ ദൃശ്യം ഇതാണ്. ഇനിയിപ്പോൾ പരിശോധന നടത്തേണ്ട സ്ഥലത്തിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇവിടെയാണ് ഇനി പ്രധാനപ്പെട്ട പരിശോധന നടക്കേണ്ടത്. ഇവിടെ പരിശോധന നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുമെന്ന് ഇന്നലെയും ശുചീകരണ തൊഴിലാളി ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് 1-ാമത്തെ പോയിന്റ് മുതലാണ് പരിശോധന നടക്കുന്നതെന്നുകൊണ്ട് തന്നെയാണ് ഇന്നലെ നേത്രാവതി പുഴയുടെ സമീപത്തുള്ള പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത്. അത് വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ സംഘത്തിലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയേക്കാം. ഇന്നലെ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം ഒരു കാട് മൂടിയ ഒരു സ്ഥലത്തായിരുന്നു ഇത്തരത്തിൽ കുഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത് റോഡിന് തൊട്ട് വശത്താണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ എത്തിക്കും, അതിനുശേഷം ഇയാളെ ഏൽപ്പിക്കും, ഈ ശുചീകരണ തൊഴിലാളിയെ ഏൽപ്പിക്കും, അദ്ദേഹം ഈ പ്രദേശത്ത് ഇത് കുഴിച്ചിടും. അങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. എന്നാലും ഇവിടെ ഒരു 3 ദിവസമായി ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ട് ഈ 3 ദിവസവും ഇവിടെ മുഴുനീളെ പോലീസ് കാവലുണ്ട്. മാറി മാറി 2 പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. തോക്കുകളൊക്കെ എഴുതിയാണ് കാവൽ നിൽക്കുന്നത്. കാരണം
വലിയ തോതിലുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്തത് 13 ഇടങ്ങളാണ്. പരിശോധന നടക്കുന്നത് ഒരിടത്ത് മാത്രമാണ്. അപ്പോൾ മറ്റിടങ്ങളിലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ആ സ്ഥലങ്ങളിലെല്ലാം പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് പരിശോധന നടത്തി ഓരോ സ്ഥലങ്ങളിലും പരിശോധന നടത്തി എത്ര മൃതദേഹങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ അത്രത്തോളം സംവിധാനങ്ങളാണ് ഈ പോലീസ് നായയെ വരെ എത്തിക്കുന്ന പോലീസ് ഡോഗ് വരെ എത്തുന്ന സാഹചര്യം ഇന്നലെ നേത്രാവതി പുഴയോരത്ത് നമ്മൾ കണ്ടു. സ്നാനക്കെട്ടയ്ക്ക് തൊട്ട് സമീപം 1ഉം 2ഉം പോയിന്റ്, ആ 2 പോയിന്റിലാണ് പരിശോധന. ഇന്ന് 1ആം പോയിന്റിലെ പരിശോധന ഇന്ന് വീണ്ടും ഉണ്ടാകുമോ, അതല്ല ഇനി 2ആം പോയിന്റിലേക്കാണോ പരിശോധന നടക്കുക എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അവിടെ സൂചിപ്പിക്കുന്ന പോലെ എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ, വെളിപ്പെടുത്തലുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സംഘം പോകുന്നത്. സംഘത്തിൽ വളരെ മിടുക്കരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഒപ്പം ബൈജു, ഇന്നിപ്പോൾ ഈ സ്നാനഘട്ടത്തിൻ്റെ പ്രദേശത്തടക്കമാണ് പരിശോധനയെങ്കിൽ അവിടെ ഈ വെള്ളം കയറുന്നത് തിരിച്ചടിയാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഇതൊരു പൂർണ്ണമായും വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു പ്രകൃതം മാറിക്കൊണ്ടേയിരിക്കാം, കാടും പടലും ഒക്കെ നിറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളിക്ക് കൃത്യമായി പ്രദേശങ്ങൾ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, ഇന്നലെ നമ്മൾ കണ്ടത് ഈ ശുചീകരണ തൊഴിലാളി കൃത്യമായ സ്ഥലം പോലീസിന് SITക്ക് നൽകുന്നതാണ്. കാരണം ഒരു സ്ഥലം നോക്കിയപ്പോൾ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ച്, അത് നമ്മൾ ദൃശ്യങ്ങളിലും ന്യൂസ് 18 പ്രേക്ഷകർക്കായി എത്തിച്ചതാണ്, അത് കൃത്യമായ ഒരു അടയാളം പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഈ 1ാമത്തെ പോയിന്റിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവിടെ ഒരുപാട് നിർമ്മാണം 15 വർഷത്തിന് ശേഷം നടന്നിരുന്നു. പ്രത്യേകിച്ച് അത് സ്നാനഘട്ട എന്നറിയപ്പെടുന്ന ഒരുപാട് തീർത്ഥാടകരെത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള നിർമ്മാണം നടന്നിരുന്നു. മാത്രമല്ല റോഡ് വലിയ തോതിൽ അവിടെ നിർമ്മാണം നടത്തി. അതുകൂടാതെ സുനാമി ഉണ്ടായ സമയത്ത് വലിയ തോതിൽ വെള്ളം എത്തിയ കരയിലേക്ക് കയറിയ ഒരു സ്ഥലം കൂടിയാണത്. അവിടെ വെള്ളം കയറി മണ്ണ് നിരവധി ഒലിച്ചു പോയൊരു സാഹചര്യം. അതുകൊണ്ട് ഈ 1ഉം 2ഉം പരിശോധന വലിയ തോതിലുള്ള പ്രയാസം നേരിടുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവെന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ അത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ ഒരു കൃത്യമായ ആ ഒരു അന്വേഷണം അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇന്നലത്തെ അന്വേഷണം മനസ്സിലായത്. അതായത് 1ാമത്തെ പോയിന്റും അത് കഴിഞ്ഞ് 2ാമത്തെ പോയിന്റ്, ഇങ്ങനെ 13 പോയിന്റാണ് നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 13 പോയിന്റിലും തെരച്ചിൽ നടത്തിയതിനു ശേഷം മാത്രമേ ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് മാർക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകൂ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 2ാം പോയിന്റിലായിരിക്കും. പിന്നീട് വരുന്നതെല്ലാം ഈ 13ൽ 8 പോയിന്റ് വരെ വരുന്നതെല്ലാം വനമേഖലയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വനത്തിന് അകത്താണ് മുഴുവൻ പോയിന്റും വരുന്നത്. റോഡിന് തൊട്ട് സമീപത്തായാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച 8 എന്ന പോയിന്റ്. 8 പോയിന്റിന് തൊട്ട് സമീപത്താണ് നമ്മളുള്ളത്. ഇവിടെ പോലീസിന്റെ കാവലുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതുപോലെ തന്നെ വലിയ തോതിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഒരു പക്ഷേ സാധാരണ തൊഴിലാളികളെ കൊണ്ട് മണ്ണ് നീക്കുന്ന ഒരു രീതിയിൽ ഇവിടെ നടപ്പാകുന്ന മനസ്സിലാക്കാൻ സാധിക്കും. കാരണം JCB ഒന്നും ഈ ഭാഗത്തേക്ക്, നമുക്കിത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, JCB ഒന്നും ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മണ്ണ് നീക്കിയുള്ള ഒരു പരിശോധന തൊഴിലാളികളെ വെച്ച് ഇന്നലെ അത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു പരിശോധനയാവാനുള്ള ഒരു സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ JCB ആണ് ഇന്നലെ കൊണ്ടുവന്നെങ്കിൽ ഈ ഒരു വനപ്രദേശത്ത്, ഇതിന്റെ അകത്തേക്ക് പിന്നീട് നിബിഡ വനമാണ്. ഇതിനകത്ത് മുഴുവൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശമാണ്. നേത്രാവതി പുഴയോട് ചേർന്ന് എടുക്കുന്ന വനമേഖലയാണിത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ തന്നെ വരുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ SIT ഉദ്യോഗസ്ഥർ ഇന്നലെ കഴിഞ്ഞ 2 ദിവസവും 12 മണിക്കാണ് SIT ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയത്. ഇന്ന് ഒരു പക്ഷേ 10 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 4 വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴിയാണ് SIT ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് പോകേണ്ട വഴി. 4 വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഈ പരിശോധനയ്ക്കൊക്കെ എത്താറുള്ളത്. എന്നാലും വളരെ പ്രധാനപ്പെട്ട 8 എന്ന് പറയുന്ന ഈ പോയിന്റ്, ഒരു പക്ഷേ ഇത് ക്രമം അനുസരിച്ചാണെങ്കിൽ 1, 2 എന്ന ക്രമം അനുസരിച്ചാണെങ്കിൽ ഇവിടെ എത്താൻ ഇനിയും വൈകിയേക്കാം, ദിവസങ്ങൾ വൈകിയേക്കാം. അപ്പോഴും തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കനത്ത പോലീസ് കാവൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം, ഈ 24 മണിക്കൂറും ഇവിടെ ഇത്തരത്തിൽ തോക്കുകൾ
തോക്കുകളുമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട്. ഇവർ ഇത്തരത്തിൽ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ. കാരണം ഇത് 3 ദിവസം മുമ്പേ മാർക്ക് ചെയ്ത് അതിൽ റിബോർഡൊക്കെ ഇട്ട് വെച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ശ്രദ്ധ എത്തിയൊരു സ്ഥലമാണ്. നമുക്ക് കാണാം ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി അത് SITയുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതല്ല ധർമ്മസ്ഥല പോലീസിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരല്ല. എന്തായാലും ഇനി വരുന്ന ഓരോ മണിക്കൂറുകളും ഈ സ്ഥലത്ത് നടത്തുന്ന പരിശോധന അത് വളരെ പ്രധാനമായിരിക്കും. ഇവിടെയാണ് ഇത്തരത്തിൽ ഇയാൾക്ക് കൂടുതൽ ഇവിടെ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്ഥലം, നിർണായകമായ സ്ഥലം, കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുമ്പോഴായിരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരിക. അതിനി ഇന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ 1ഉം 2ഉം പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇന്നിനി പരിശോധന മാറ്റി ഈ സ്ഥലങ്ങളിലേക്ക് ഇനി തെരച്ചിൽ നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഇവിടെ എത്തുന്ന സാഹചര്യം ഞാനിവിടെ നിൽക്കുമ്പോൾ അല്പസമയം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കാണാം പോലീസ് വാഹനങ്ങൾ ഇതുവഴി പോകുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതുവഴിയാണ് ഈ പ്രദേശത്തേക്ക് ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് SIT സംഘം എത്തേണ്ടത്. ഇപ്പോൾ കാണുന്ന ഭാഗം ധർമ്മസ്ഥലത്തെ തൊട്ട് സമീപത്തുള്ള സ്ഥലമാണ്. നേരെ എതിർവശമാണ് ഉജിറ, ബെൽത്തങ്ങാടി, മംഗളൂരു റോഡ്, മൈസൂർ, ബാംഗ്ലൂർ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന പ്രധാന പാത കൂടിയാണിത്. ഇവിടെ വാഹനങ്ങളിൽ എത്തിച്ച്, അതായത് ഒമിനി അതുപോലെ തന്നെ ജീപ്പ് എത്തിച്ചിട്ട് ഇവിടെ മൃതദേഹങ്ങൾ ഇയാൾക്ക് ശുചീകരണ തൊഴിലാളിക്ക് നൽകും. അങ്ങനെ ശുചീകരണ തൊഴിലാളി അത് കൊണ്ടുപോയി ഇവിടെ കാട്ടിൽ കുഴിച്ചിടുന്ന സാഹചര്യം. ഇതാണ് ഇയാളുടെ മൊഴിയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കൂടുതൽ തെളിവുകൾ ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഈ മേഖല കേന്ദ്രീകരിച്ച് ചേർന്ന പരിശോധനയിലായിരിക്കും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരിക. 1ഉം 2ഉം പോയിന്റ് നമ്മൾ ഇന്നലെ നടത്തിയ പരിശോധന നടത്തുന്ന സ്ഥലം, അതും 2ാമത്തെ പോയിന്റിലും വളരെ സാധ്യത കുറവ് ആണെന്നാണ് ഈ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം അത്രത്തോളം മണ്ണും ഈ നിർമ്മാണ പ്രവൃത്തികളുടെ വസ്തുക്കളും അവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. അത്ര ആഴത്തിൽ ഒരുപക്ഷെ എടുക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സുനാമി വന്നപ്പോൾ വലിയ തോതിൽ വെള്ളം കയറിയ ഒരു പ്രദേശമാണ്. ആ റോഡ് മുഴുവൻ വെള്ളം മുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 1ഉം 2ഉം പോയിന്റിലെ പരിശോധന എത്രത്തോളം ഫലപ്രദമാവുമെന്ന് കാണേണ്ടി വരും. മറ്റ് വനമേഖലകളിലെ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ, പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ, അവിടെയാണ് ഇത്തരത്തിൽ വലിയ ഈ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടി. പക്ഷേ 13 ഇടങ്ങൾ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്രമം അനുസരിച്ചാണെങ്കിൽ ഇവിടെ എത്താൻ ഇനി ദിവസങ്ങൾ എടുക്കും. അതല്ല ഇന്ന് ഈ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനയോ, അതാണ് ഇനി കാണേണ്ടത്. അഭിലാഷ്. യെസ്, തീർച്ചയായും ഓരോ ഘട്ടത്തിലും നടത്തുന്ന പരിശോധനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. KV ബൈജു ആണ് അവിടെ നിന്ന് നിരന്തരമായി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഈ വാർത്താ പരമ്പര ആരംഭിക്കുമ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഏറെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 13 സ്പോട്ടുകൾ ആണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ ഓരോ സ്പോട്ടുകളിലും ആണ് ഇനി പരിശോധന നടത്താൻ പോകുന്നത്. ഇന്നും പരിശോധന തുടരുക തന്നെ ചെയ്യും. അതിന് അനുസരിച്ച് പ്രേക്ഷകരിലേക്ക് ഏറ്റവും പുതിയ അപ്ഡേഷൻസും വിവരങ്ങളും ഞങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട്. വയനാടിനെ തകർത്തെറിഞ്ഞ നിരവധി കുടുംബങ്ങളെ അനാഥമാക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. പ്രകൃതി താണ്ഡവമാടിയ ആ രാത്രിയിലെ കണ്ണീർ 1 വർഷത്തിന് അപ്പുറവും തോർന്നിട്ടില്ല. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ഒരു നാടില്ലാതായത് ഇങ്ങനെയാണ്. 2024 ജൂലൈ 29 അർദ്ധരാത്രി കനത്ത മഴ പെയ്തു. പ്രകൃതി ചില ദുസ്സൂചനകൾ നൽകി. പക്ഷേ അന്ന് രാത്രി അവർ സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്നു. വെള്ളരിമല ഇടിച്ചിറങ്ങിവന്ന് തങ്ങളെ ഇല്ലാതാക്കുമെന്ന് അവരാരും കരുതിയത് പോലുമില്ല. പുന്നപ്പുഴയുടെ ഉത്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടി. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളെയാണ് ദുരന്തം തകർത്തെറിഞ്ഞത്. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള 8 കിലോമീറ്ററിൽ പ്രകൃതി താണ്ഡവമാടി. 298 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 32 പേരെ കാണാതായി.
ചാലിയാറിലൂടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒഴുകി നടന്നു. 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പരിക്കേറ്റവർ 35 പേരാണ്. കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിൽ നിന്നായി 1800-ലധികം പേരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഉരുളെടുത്തു. ഒറ്റപ്പെട്ടുപോയ ഇടത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനായി സൈന്യം ബേലി പാലം നിർമ്മിച്ചു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാടൊന്നിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഒപ്പം നിന്നു. പ്രധാനമന്ത്രി വരെ വന്നു. നിരവധി സഹായ വാഗ്ദാനങ്ങളുമുണ്ടായി. മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് 772 കോടി സംഭാവന ലഭിച്ചു. ദുരന്ത മേഖലയിൽ ഇനി ജനവാസം സാധ്യമല്ലെന്ന് പഠന റിപ്പോർട്ട് വന്നു. ദുരന്തബാധിതരെ മാറ്റി താമസിപ്പിക്കാൻ ടൗൺഷിപ്പ് പദ്ധതി ഒരുങ്ങി. സങ്കീർണമായ നിയമ നടപടികൾക്കൊടുവിൽ എൽസൺ എസ്റ്റേറ്റിൽ വീട് നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. 410 വീടുകളിൽ 1662 പേർക്ക് തണലൊരുക്കാനാണ് ശ്രമം. കേന്ദ്ര സഹായം പക്ഷേ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്നു. സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് പോലും പണം ചോദിച്ച കേന്ദ്രത്തിൽ നിന്ന് ഇനി കാര്യമായി പ്രതീക്ഷിക്കാനുമില്ല. 1 വർഷത്തിനിപ്പുറം ദുരന്തബാധിതരുടെ ജീവിതം ക്ലേശകരമായി തന്നെ നീങ്ങുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലിൽ ഈ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ വേണ്ടത്ര വേഗം കൈവരിക്കാനാവുന്നില്ല എന്നത് പ്രതിസന്ധിയായി തുടരുന്നു. ദുരന്ത പ്രതീകമായി പുന്നപ്പുഴ ഇപ്പോഴും ഒഴുകുന്നു. മഴ തോർന്നു. പക്ഷേ നമ്മുടെ കരുതൽ എത്രയുണ്ടായാലും ഉറ്റവരെ നഷ്ടപ്പെട്ട ഈ നാട്ടുകാരുടെ കണ്ണീർ മാത്രം തോരുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിന്റെ നോവായ വയനാട് ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിൽ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ജൂലൈ 30 ഹൃദയഭൂമിയിലാണ് ചടങ്ങുകൾ നടക്കുക. ഉച്ചയ്ക്ക് മന്ത്രിമാർ പങ്കെടുക്കുന്ന അനുസ്മരണ യോഗവും നടക്കും. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഈ സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എപ്പോഴാണ്? മന്ത്രിമാരടക്കം അവിടേക്ക് എത്തുമ്പോൾ ഇതുവരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ അവർ അവലോകനം ചെയ്യുമോ? ഒപ്പം ഇപ്പോഴും ബാക്കിയാകുന്ന ചോദ്യം, ഇവർക്ക്, അതായത് ഈ ദുരന്ത ബാധിതർക്ക് എന്നാണ് അവർ സ്വന്തമായൊരു വീടിലേക്കൊക്കെ താമസം മാറാൻ പറ്റുക എന്നുള്ളതാണല്ലോ. അതിനൊക്കെ കൃത്യമായൊരു മറുപടിയും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അഭിലാഷ്, ഞാനുള്ളത് ഹൃദയഭൂമിയിലാണ്. ഉള്ളിലൊക്കുന്ന കാഴ്ചകളാണ് രാവിലെ മുതൽ നമ്മളിവിടെ കാണുന്നത്. 266 പേരെയാണ് ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത്. അതിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പലരെയും തിരിച്ചറിഞ്ഞവരും കൂട്ടമായുള്ളവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഈ കല്ലറകൾക്ക് മുകളിൽ പൂക്കളർപ്പിച്ചും അതുപോലെ തന്നെ ചന്ദനത്തിരി കൊളുത്തിയും അവരുടെ എല്ലാം ഓർമ്മകൾ ഇവർ ഓർത്തെടുക്കുകയാണ്. അവരെ ആദരം അർപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കൊന്നും കണ്ടു നിൽക്കാനോ പങ്കുവെക്കാനോ കഴിയാത്തത്ര വലിയ ദുഃഖകരമായ കാഴ്ചകളാണ്, വൈകാരികമായ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളൊക്കെ വന്ന് കല്ലറകൾക്ക് മുകളിൽ ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് പോകുന്നു. അത്തരത്തിൽ വലിയ സങ്കടം തോന്നുന്നു. നമുക്കൊന്നും താങ്ങാൻ കഴിയാത്തത്ര ഒരു ദുഃഖത്തിലാണ് ഈ നാട്. അതിൻ്റെ എല്ലാ പ്രതിഫലനവും ഈ ഒരു ഹൃദയഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം 11 മണിയോടെയാണ് സർക്കാരിന് നിശ്ചയിച്ചിട്ടുള്ള സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണവും ഒക്കെ ഉണ്ടാവുക. സർവ്വമത പ്രാർത്ഥന ഞാനീ നിൽക്കുന്ന ഹൃദയഭൂമിയിൽ തന്നെയാണ്. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. 298 പേരുടെ ഫോട്ടോ അവിടെ പതിച്ചിട്ടുണ്ട്. അതിന് അടുത്ത് തന്നെയാണ് പ്രാർത്ഥനയ്ക്കുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷമുള്ള അനുസ്മരണ സമ്മേളനം മേപ്പാടി MSI ഓഡിറ്റോറിയത്തിലാണ് നടക്കുക. ഇവിടേക്ക് മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും മുഹമ്മദ് റിയാസും K രാജനും ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും അനുസ്മരണ സമ്മേളനത്തിലേക്ക് അവർ പങ്കെടുക്കുക. 11 മണിക്കാണ് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം 11 മണിക്കാണ് സർവ്വമത പ്രാർത്ഥനയ്ക്കായി മന്ത്രിമാർ ഇവിടേക്ക് എത്തുക. പക്ഷേ രാവിലെ തന്നെ എണ്ണമറ്റ ആളുകൾ ഇവിടേക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവർക്ക് ഓർത്തെടുക്കുവാനായി ഈ ഒരു ദുരന്തഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഹൃദയഭൂമിയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറകൾക്ക് മുമ്പിലും അവർക്ക് ചിലരൊക്കെ എല്ലാ കല്ലറകളിലും പൂക്കളർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. പലർക്കും അവരുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കല്ലറകളിൽ
പേര് അറിയാത്ത കല്ലറുകൾക്ക് താഴെ ആരാണെന്ന് അറിയില്ല. പക്ഷേ അതിൽ അവരുടെ പ്രിയപ്പെട്ടവരുണ്ടാകും എന്ന കണക്കുകൂട്ടലിൽ അവിടെയെല്ലാം തന്നെ പൂക്കളർപ്പിച്ചും മറ്റും അവർ മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഈ കനത്ത മഴയിലും ഈ ഒരു ഹൃദയഭൂമിയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് രാവിലെ മുതൽ കാണാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ ഒരാണ്ട് തികയുമ്പോൾ കൽപ്പറ്റയിലെ നിർദ്ദിഷ്ട ടൗൺഷിപ്പിൽ അവിടെ അഭിലാഷ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ആളുകളുടെ വൈകാരികമായിട്ടുള്ള ഈ പല കാഴ്ചകളും അഭിലാഷ്, ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ പ്രകാരത്തിലാണുള്ളത്. നേരത്തെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നിർദ്ദിഷ്ട ടൗൺഷിപ്പിലെ ആദ്യത്തെ മാതൃകാ ഭവനത്തിൻ്റെ നിർമ്മാണം അതിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് മാതൃകയിൽ 140 വീടുകൾ ആദ്യഘട്ടത്തിൽ അവിടെ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ അടിത്തറ നിർമ്മിക്കുന്ന നടപടികളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ഒരു കാലാവസ്ഥ അല്പമൊന്ന് അനുകൂലമായി കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം മുതൽ തന്നെ ഈ വീടുകളുടെ നിർമ്മാണവും തുടങ്ങും. ഡിസംബറോടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടികൾ കൽപ്പറ്റയിലെ ഈ നിർദ്ദിഷ്ട ടൗൺഷിപ്പിലും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കാലതാമസം ഈ ഒരു വർഷത്തിനകം ഒരു കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഇതിനോടകം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതുമാണ്. ഇന്നിപ്പോൾ നമുക്ക് കഴിയാവുന്ന ഒരു കാര്യം ഈ ഒരു നാടിനൊപ്പം ഇവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ എത്തിച്ചേർന്ന പലരും സ്വന്തമായുള്ള ഭൂമിയും സ്വന്തമായുള്ള സ്വത്തുകളും സ്വന്തമായിരുന്ന ആളുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടവരാണ്. അവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, അവരെയൊക്കെ എങ്ങനെ ചേർത്ത് നിർത്തുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല. എത്ര പറഞ്ഞാലും എത്ര പിന്തുണച്ചാലും അവർക്ക് നഷ്ടമായതിന് പകരമാകില്ല മറ്റൊന്നും എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അവർക്കൊപ്പം ചേർന്ന് നിൽക്കാം, അവരെ ആശ്വസിപ്പിക്കാം നമുക്ക് ഈ ഘട്ടത്തിൽ. അഭിലാഷ്, തീർച്ചയായും മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒരു വർഷം മുമ്പ് ഉണ്ടായ വലിയ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ നടുക്കം, അതിൽ നിന്നിപ്പോഴും അവർ മോചിതരായിട്ടില്ല. ഇപ്പോഴും അവിടെ മഴ പെയ്യുന്നുണ്ട്. അത് അവരുടെ മനസ്സിൽ കൂടിയാണ് കണ്ണീർ മഴയായി ഇപ്പോഴും പെയ്തിറങ്ങുന്നത്. അവരെ ചേർത്ത് നിർത്തേണ്ടത്, ഒപ്പം നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അവിടെ നിന്നാണ് CV അനുമോദ് വാർത്തകൾ പങ്കുവച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ടായിരിക്കുന്നു. ഒരു വർഷം മുമ്പ് ഈ ദിവസം ആയിരുന്നു എല്ലാവരെയും വേദനിപ്പിച്ച ആ ദുരന്തം ഉണ്ടായത്. അതിൽ നിന്ന് ജീവിതം തിരികെ പിടിക്കുവാനുള്ള കഠിനമായ ശ്രമത്തിൽ ആണ് ദുരന്തബാധിതർ ആയിട്ടുള്ള ജനത. അങ്ങനെ അമ്മയും ഭാര്യയും മക്കളും സഹോദരനും അടക്കം 11 പേരെ നഷ്ടമായ നൗഫലിന് ജൂലൈ 30 എന്ന തീയതി എന്നും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണ്. എല്ലാം നഷ്ടമായ നൗഫലിനെ സമൂഹം ചേർത്ത് പിടിച്ചപ്പോൾ തൻ്റെ സംരംഭത്തിന് ജൂലൈ 30 എന്ന് പേര് നൽകിയാണ് നൗഫൽ തൻ്റെ നിത്യവേദനയെ അടയാളപ്പെടുത്തുന്നത്. CV അനുമോദിൻ്റെ റിപ്പോർട്ട്. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈയുള്ള റോഡിൽ ഒരു വശത്ത് നമുക്ക് കാണാൻ പറ്റും ജൂലൈ 30 എന്ന ഒരു റെസ്റ്റോറൻറ്റ്. ജൂലൈ 30 എന്ന ഈ ഒരു ദിവസം ആർക്കും മറക്കാനാകില്ല. കാരണം മുണ്ടക്കൈയും ചുരുൾമലയൊക്കെ ഓർമ്മയായ ദിവസമാണ് ജൂലൈ 30. തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ടതെല്ലാം ആ ദിവസം നഷ്ടമായ ഒരു വ്യക്തിയുടെയാണ് ഈ ഹോട്ടൽ. നൗഫൽക്കയാണത്. നൗഫൽക്ക വിദേശത്തായിരുന്നു. പക്ഷേ നൗഫൽക്കയുടെ പ്രിയപ്പെട്ടവരെല്ലാം, ഭാര്യയും മക്കളും സഹോദരനും അവരുടെ കുടുംബാംഗങ്ങളും ഉമ്മയും എല്ലാം ആ ദുരന്തത്തിൽ ഇല്ലാതെ 11 പേരാണ് നൗഫൽക്കയ്ക്ക് ദുരന്തത്തിൽ നഷ്ടമായത്. അതിനുശേഷം നാട്ടിലെത്തിയ അദ്ദേഹം വഴി ഹോട്ടൽ തുടങ്ങി. അതിൻ്റെ തിരക്കിലാണ്. കഴിഞ്ഞ 2018 പുത്തുമല ഉരുളുപൊട്ടിയിട്ട് കുറേ മനുഷ്യർ അതിൽ മരിച്ചുപോയി. ഇന്ന് ആരോട് ചോദിച്ചാലും അറിയില്ല അത് എന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താ ഡേറ്റ് എന്നൊന്നും ആർക്കറിയില്ല. ഇങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും പാടെ ഇതിനൊരു പേര് കാണണം. അപ്പോൾ അതിനിടാൻ പറ്റിയ പേര് ഞങ്ങളിങ്ങനെ ഇതാക്കിയപ്പോൾ ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൽ ആരെങ്കിലുമൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു കടൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ ജൂലൈ 30 എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് ഇന്നൊരു സംഭവമാണ്. അപ്പോൾ
ആരെങ്കിലും ഒരാൾ അതിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, അവർക്ക് നല്ലത് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥന അവർക്ക് കിട്ടും. ആ നാട്ടിൽ നിന്ന് പോയ എല്ലാവർക്കും, മരിച്ചുപോയ എല്ലാവർക്കും ആ പ്രാർത്ഥന കിട്ടും. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പേര് എന്നും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്തൊക്കെ ആ പള്ളിയുടെ വശത്ത് വലിയൊരു കല്ല് വീണ് അതിനപ്പുറത്ത് എൻ്റെ വീട്ടിലൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഒരു വർഷം മുമ്പ്. ആ ഒരു പോക്ക് പോയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പോയാൽ പിന്നെ എനിക്ക് എൻ്റെ വീണ്ടും എന്തെങ്കിലുമൊക്കെ മനസ്സിനും ശരീരത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കുന്നത്? അല്ല, ഒറ്റപ്പെടലായിട്ടല്ല, എനിക്കെല്ലാവരും ഉണ്ട്. എല്ലാം നല്ലവരായ ഒരുപാട് ആളുകളെ സപ്പോർട്ടുണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് ആൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പോയത് പോയി, ഇനി അത് തിരിച്ചിട്ടില്ല. ഇനി എന്ത് മുന്നോട്ട്, അത് മാത്രമേ ഇവിടെ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞതിനെക്കുറിച്ച് ആരും ഇതാകരുതെന്ന് പറയും. ഞങ്ങൾ പലരും എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റുന്നതല്ല. എങ്കിലും അവരുടെ നിന്നൊന്നും ഇത് നമ്മളെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ അറിയിക്കാതെ പലരും പല സ്ഥലത്ത് മാറി നിന്ന് കരഞ്ഞ് അവരെ സങ്കടങ്ങൾ അങ്ങനെ തീർത്ത ആൾക്കാരുണ്ട്. ഓർമ്മകൾ ചില സമയത്തുണ്ടാവും. എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർ തമ്മിൽ, ഞാനും അവരും തമ്മിലുള്ള ഓരോ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഓർമ്മയിൽ വരുമ്പോൾ, നമ്മൾ ഇതിൽ ഇങ്ങനെ നടന്നു ഇന്ന സമയത്ത് ഇന്നതായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും എൻ്റെ മൂത്ത മകളെയാണ് കൺഫേം ആയിട്ട് എനിക്ക് കിട്ടിയത്. ബാക്കി എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെല്ലാം DNA കൂടിയാണ് എനിക്ക് കിട്ടിയത്. അത് കിട്ടാൻ തന്നെ മാസങ്ങളായി. അവരെ കവർ ചെയ്താന്ന് അറിയാൻ മാസങ്ങൾ പിടിച്ചു. ഉറങ്ങുന്ന സമയത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ക്ലിയറാണ്. അതിജീവനം എന്നൊക്കെ പറഞ്ഞ നൗഫൽ ഖാൻ്റെ ജീവിതമാണ്. ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യനെ ഒരു നാടും സുഹൃത്തുക്കളും എല്ലാവരും ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പരസ്പര സ്നേഹവും പരസ്പര സൗഹാർദ്ദവും ഒക്കെ നൽകുന്ന വലിയ ഊർജം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഏറ്റവും വേദനയാർന്ന അടയാളമായിരുന്നു പഴയ വെള്ളാർമല സ്കൂൾ എങ്കിൽ ഇന്ന് അതിജീവനത്തിൻ്റെ മാതൃകയാണ് മേപ്പാടിയിലെ വെള്ളാർമല ഈ സ്കൂൾ. മാസങ്ങൾ കൊണ്ട് വിദ്യാലയം പുനർനിർമ്മിക്കുക മാത്രമല്ല, തകർന്നുപോയ കുട്ടികളുടെ മനസ്സ് ചേർത്ത് വെച്ച് ഒരുമിപ്പിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഉരുൾ ബാക്കി വച്ച സ്കൂളിന്റെ ശേഷിപ്പുകൾ ആരുടെയും ഉള്ളുപൊള്ളിക്കും. സ്കൂളിലെ 33 കുട്ടികളെ ഉരുൾ കവർന്നു. തുടച്ചു നീക്കപ്പെട്ട ഒരു നാടിന്റെ മായാത്ത അടയാളമായി ആ മഹാവിദ്യാലയം മാറി. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം അതിജീവനത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ തിളങ്ങുന്ന മാതൃകയാണ് പുതിയ വെള്ളാർമല സ്കൂൾ. മേപ്പാടിയിൽ മിന്നൽ വേഗത്തിലാണ് സ്കൂളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കെട്ടിടം മാത്രമല്ല, തകർന്നുപോയ കുട്ടികളുടെ മനസ്സും ഇവിടെ അധ്യാപകർ ചേർത്ത് പിടിച്ചു, പുനർനിർമ്മിച്ചു. ഉണ്ണിമാഷ് പറയുന്നു അതിജീവനത്തിന്റെ നാൾ വഴികൾ. അതിജീവിച്ചു. എല്ലാം നമ്മൾ എത്തേണ്ടടുത്തെല്ലാം കുട്ടികളെത്തി. പിന്നെ പഴയ കഥകളൊക്കെ ഒരു അടഞ്ഞ അധ്യായമാക്കി മാറ്റി. പുതിയൊരു സാഹചര്യം, പുതിയ ലോകം, പുതിയ ചുറ്റുപാടുകൾ, അതിനെ ഇണങ്ങി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തത്. ഈ പാഠപുസ്തകം പഠിപ്പിക്കലോ ഒന്നും ആയിരുന്നില്ല. അവരെ നമ്മൾ ചെറിയ ചെറിയ പാട്ട്, കളികൾ, കഥകൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള മെല്ലെ മെല്ലെയാണ് നമ്മൾ. പിന്നെ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ അങ്ങനെയുള്ള അധ്യാപകരെ BRC ലെവലിൽ കിട്ടി. പിന്നെ നമുക്ക് സൗഹൃദങ്ങൾ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പ്രയോജനപ്പെടുത്തി. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പുതിയ സ്കൂളിലേക്കുള്ള പ്രവേശനോത്സവം. മാസങ്ങൾക്കുള്ളിൽ മറ്റൊരു കെട്ടിടത്തിന്റെ കൂടി നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ സ്ഥലപരിമിതിയും ഇല്ലാതെയാകും. പഴയ സംവിധാനങ്ങളെ, പഴയ സ്കൂളുകളിൽ നമുക്ക് ഉണ്ടായിരുന്ന കുറേ കുറവുകളുണ്ടായിരുന്നു. ആ കുറവുകളൊക്കെ സ്ഥലപരിമിതി അവിടെ ഒരു സ്വർഗമായിരുന്നു എന്നാണ് ഉണ്ണിസാറെ പോലുള്ളവർ പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക്
ടെക് സംവിധാനങ്ങൾ ഈ സ്കൂളിലേക്ക് ഒഴുകുകയായിരുന്നു. ഓരോ ക്ലാസ് റൂമുകളും നമ്മുടെ ഡിജിറ്റൽ പാനലും വൈറ്റ് ബോർഡുള്ള ക്ലാസ് റൂമുകളായിട്ട് മാറിയിരുന്നു. ചേർത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത് വലിയൊരു ആശ്വാസമാണ്. പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരാണെങ്കിലും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പതിവ് അധ്യാപന രീതികളിൽ നിന്നും വഴിമാറി പാട്ടും കളിയുമായി കുട്ടികളെ ഓർമ്മകളുടെ ആഴങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തി മുന്നോട്ട് നടത്തുകയാണ് ഈ വിദ്യാലയം. അതെ, വെള്ളാർമല സ്കൂൾ ഇന്ന് മഹാദുരന്തത്തിൻ്റെയല്ല, അതിജീവനത്തിൻ്റെ അടയാളമാണ്, പ്രത്യാശയുടെ കൊടിയടയാളം. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര് തുടരുന്ന പശ്ചാത്തലമാണ്. അതോടൊപ്പം തന്നെയാണ് ധർമ്മസ്ഥലയിലെ 2ാം ഘട്ട പരിശോധനകൾ ആരംഭിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഇനി ന്യൂസ് ടെൻസിലേക്ക് കടക്കുകയാണ്. ഒപ്പം വെള്ളാർമലയൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശം, പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമലയിൽ ഇന്ന് സർവമത പ്രാർത്ഥന, മന്ത്രിമാർ ഉൾപ്പെടെ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരം വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ടെൻസിൽ ഇനി TG സജിത്ത് ചേരും. നമസ്കാരം.